ക്രിസ്മസ് നോവൽസര ബമ്പറടിച്ച ഭാഗ്യവാനെ കാത്തിരിക്കുകയായിരുന്നു 2 മണി വരെ നമ്മൾ. XD387132 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ സത്യനാണ് ഭാഗ്യവാൻ. 20 കോടിയാണ് ബമ്പറടിച്ചത്. രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക് ലഭിച്ചു. കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം കണ്ണൂർ ചക്കരക്കല്ലിലാണ് അടിച്ചിരിക്കുന്നത്. മുത്തു ലോട്ടറി ഏജൻസിയിൽ വിറ്റിരിക്കുന്ന ടിക്കറ്റിനാണ് ഈ ഒരു ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അനീഷ് MB വിറ്റ ടിക്കറ്റ്, അല്ലെങ്കിൽ അവരുടെ ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. എന്തായാലും അനീഷ് ഏട്ടനും ഭാര്യയും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു കടയാണ്. എല്ലാവരും ഫോണിൽ തിരക്കിലാണ്. ഒരുപാട് ഫോൺ കോളുകൾ ഇവരെ തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരിട്ടിയിൽ വിറ്റ ടിക്കറ്റിനാണ്. ഇവരുടെ തന്നെ ഇരിട്ടിയിൽ ഏജൻസിയിലാണ് വിറ്റത്. ആളെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാൻ പറ്റും? ഇല്ല, നമ്മൾ അവിടുന്ന് ബില്ലടിച്ച് ഇരിട്ടി കടയിൽ നിന്ന് 10 ടിക്കറ്റ് മാത്രം കൊണ്ടുപോയ ഒരാളാണ്. സത്യം എന്ന് പറഞ്ഞ ഒരാളെ പേരാണ് എൻട്രി ചെയ്തിട്ടുള്ളത്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് തിരഞ്ഞുകൊണ്ടിരിക്കില്ല. നമ്മൾ സ്ഥിരം കസ്റ്റമർ അല്ല, സ്ഥിരം ഒരു ഏജൻ്റ് അല്ല. അവർ ചില സമയം സ്വന്തമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അവർ നടന്ന് വിൽപ്പന നടത്തുന്നവരാകാം. പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിലവിൽ അറിയില്ല. എന്തായാലും വലിയ സന്തോഷം. ഓക്കെ, നല്ല സന്തോഷത്തിലുള്ള. ഭാര്യയും കൂടി ഒരുമിച്ചാണോ? അതെ, ഭാര്യ എൻ്റെ ശരിക്കും എൻ്റെ ജീവിതം മാറിയ തന്നെ കല്യാണം കഴിച്ചതിന് ശേഷം. ഇനി ഒരു കാര്യം പറയാം, ഒരുപാടൊക്കെ അറിയാത്തത്, ഇതാണ് ഒറിജിനൽ മുത്തു. മുത്തും തങ്കവും പഴുഴല്ലേ? ഇതാണ് മുത്തു ലോട്ടറിന്റെ മുത്തു, ഒറിജിനൽ മുത്തു. ഭയങ്കര സന്തോഷം. ചായ, അതുപോലെ തന്നെ ലഡു എല്ലാം ഉണ്ട്. എന്താ അനീഷാടിന്റെ വക എന്താ കിട്ടിയേ? അനീഷാന്റെ വക എല്ലാം കിട്ടും. അതിൽ പിന്നെ അതിലെന്താ സംശയം? എന്താ ചായ എപ്പോഴും ബമ്പറടിക്കല് കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂരടിച്ചു. അതും നമ്മുടെ നാട്ടിൽ ചക്കരക്കല്ല്. സന്തോഷം. ഭയങ്കര സന്തോഷം. എന്തായാലും വളരെയധികം സന്തോഷം. കണ്ണൂരിൽ ലോട്ടറി അടിച്ച സന്തോഷമാണ് അനീഷേട്ടനും അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ സന്തോഷത്തിലാണ്, വലിയ ആഘോഷത്തിലാണ് ചക്കരക്കല്ലുള്ളത്. പക്ഷേ ഇപ്പോഴും ഒരു സസ്പെൻസായി നിൽക്കുന്നത് ആർക്കാണ് ഈ ലോട്ടറി, അതായത് ഒന്നാം സമ്മാനം ലഭിച്ചതെന്ന കാര്യം ഇപ്പോഴും ഒരു സസ്പെൻസായി നിൽക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് സുർബേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.